നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറഞ്ഞത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ ശിക്ഷാ പ്രഖ്യാപനത്തിന് പിന്നാലെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി കുടീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അച്ഛനമ്മമാർ. വിധിയിൽ തൃപ്തരല്ലെന്ന് കൃപേഷിന്റെ സഹോദരി പ്രതികരിച്ചു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാണ് കോടതിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതെന്നും അതാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും എങ്കിലും ഇരട്ട ജീവപര്യന്തം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്നും കൃപേഷിന്റെ പിതാവ് പ്രതികരിച്ചു. CPM ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണെന്ന് തെളിയിച്ചുവെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായുള്ള ശക്തമായിട്ടുള്ള വിധിയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലൂടെ ഉണ്ടായിരിക്കുന്നതും എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ട നിമിഷം കൂടിയാണിതെന്നും വേണുഗോപാൽ പറഞ്ഞു. പെരിയ കൊലപാതകത്തിലെ കോടതി വിധി CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ കേസിൽ CPM നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. 10 പേരെ വെറുതെ വിട്ട നടപടിയിൽ അപ്പീൽ പോകും. സ്വന്തം ഗ്രാമത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിനാണ് CPM 2 യുവാക്കളെ കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയും വിധിച്ച CBI കോടതി വിധി പ്രതീക്ഷിച്ചതുപോലെ നല്ല വിധിയാണെന്നും വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച് അപ്പീൽ നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ Y ബോബി ജോസഫും കൃപേഷിന്റെ ശരത് ലാലിന്റെ കുടുംബ അഭിഭാഷകനായ K പത്മനാഭനും പ്രതികരിച്ചു. അദാലത്തുകളിൽ എത്തുന്ന പരാതികളുടെ എണ്ണം കുറയുന്നത് സർക്കാരിന്റെ മികച്ച ഇടപെടലിന്റെ സൂചനയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചേർത്തല താലൂക്ക് അദാലത്ത് ചേർത്തലയിൽ സെന്റ് മൈക്കിൾസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് അരങ്ങേറും. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ 9-ന് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔപചാരികമായ തുടക്കമാകും. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 25 വേദികളിലായി 249 ഇനങ്ങളിലായി 15,000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ജനുവരി 8-ന് വൈകിട്ട് 5-ന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കലോത്സവ അപ്പീലുകളിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിക്ക് വിലപ്പെട്ട സമയം ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുത്താനാവില്ലെന്നും കലോത്സവ പരാതികൾ പരിഹരിക്കാൻ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നത് സർക്കാരിന് ആലോചിക്കാമെന്നും കോടതി പറഞ്ഞു. സ്കൂൾ കലോത്സവം ഇന്ന് തുടങ്ങാനിരിക്കെ നിരവധി ഹർജികളാണ് ഇന്നലെ അവധിക്കാല ബെഞ്ചിൽ എത്തിയത്. ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയും SDPയും UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും ഈ സംഘടനകളോട് മുസ്ലിം ലീഗിന് വല്ലാത്ത പ്രതിപത്തിയാണെന്നും ഇത് അപകടമാണെന്നും ലീഗ് മനസ്സിലാക്കിയില്ലെങ്കിൽ വർഗീയത വിഴുങ്ങി വരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 4 വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഇടതുപക്ഷമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. പെരിയ ഇരട്ടക്കൊലപാതക കേസ് വിധി അന്തിമമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ഗൂഢാലോചന നടത്തിയെന്ന് വരുത്താനാണ് CBI ആദ്യം മുതൽ തന്നെ ശ്രമിച്ചതെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കൂടുതൽ CPMകാരെ പ്രതികളാക്കാനാണെന്ന് LDF കൺവീനർ P രാമകൃഷ്ണനും പറഞ്ഞു. കൊലപാതകത്തിൽ CPMന് പങ്കില്ലെന്ന് പറഞ്ഞ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ വിചാരണ കോടതി വിധി അന്തിമമല്ലെന്നും CPM നേതാക്കൾക്ക് വേണ്ടി മേൽക്കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരായി കോടതി വിധിച്ച പ്രതികളെ നിരപരാധികളായി ചിത്രീകരിക്കുന്ന CPM നടപടി കേരള മനസാക്ഷിക്കെതിരാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ CBI കോടതി വിധി അന്തിമമല്ലെന്ന് പറഞ്ഞത് പ്രതികൾക്കായി വീണ്ടും സംരക്ഷണവുമായി ഇറങ്ങാനുള്ള CPM നിലപാട് തെറ്റുതിരുത്താൻ അവർ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണെന്നും സുധാകരൻ പ്രതികരിച്ചു.
പെരിയ കൊലക്കേസ് പ്രതികളെ കാണാനായി CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ എത്തി. ശിക്ഷിക്കപ്പെട്ടവരെ കാണാൻ വേണ്ടി വന്നതാണെന്നും ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്കാർ ആയതുകൊണ്ടാണ് കാണാൻ വന്നതെന്നും CN മോഹനൻ പ്രതികരിച്ചു. പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി. പ്രതിഭ MLAയുടെ മകൻ പ്രതിയായ കഞ്ചാവ് കേസിൽ പുകവലിക്കുന്ന വലിയ തെറ്റൊന്നുമല്ല, താനും പുകവലിക്കാറുണ്ടെന്ന സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെയാണ് പരാതി. KPCC സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ ജോൺ ഡാനിയേലാണ് പരാതി നൽകിയത്. കുട്ടികളെ പുകവലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കോടതി നിയമപ്രകാരം കുറ്റകരമാണെന്നും മന്ത്രിക്കെതിരെ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ വീണ്ടും ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ തൻ്റെ പാർട്ടിയിലെ ഒരു MLAയെ വേട്ടയാടിയാൽ കാഴ്ചക്കാരാകില്ലെന്നും വലിയ തോതിൽ കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചു എന്നതിന് തെളിവില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തേണ്ടതിന് പകരം എക്സൈസ് കേസെടുത്തുവെന്നും അത് ശരിയല്ല എന്നാണ് പറഞ്ഞതെന്നും സജി ചെറിയാൻ ന്യായീകരിച്ചു. കുട്ടികളിലെ പുകവലി നല്ല ശീലമല്ലെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാനാണ് എക്സൈസ് ശ്രമിക്കുന്നതെന്നും പുകവലിയെക്കുറിച്ച് മന്ത്രി സജി ചെറിയാൻ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞതിനും മറുപടിയായല്ല ഇത് പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു. കല്ലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് ഇടക്കാല ജാമ്യം. നൃത്തപരിപാടി മുഖ്യ സംഘാടകരായ മൃദംഗ വിഷം MD നികോഷ് കുമാറിനും മറ്റു പ്രതികളായ ഷമീർ അബ്ദുൾ റഹീം, ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്കും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ചൊവ്വാഴ്ച പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവുണ്ടാകും. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി VP അനിലിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. നിലവിലെ സെക്രട്ടറി EN മോഹൻദാസ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഒഴിയാനുള്ള സന്നദ്ധത പാർട്ടിയെ അറിയിച്ചിരുന്നു. അമിത് ഷായ്ക്ക് ഡോക്ടർ BR അംബേദ്കറോട് പുച്ഛമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൻ്റെ നയം ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയത മരുന്നല്ലെന്നും രണ്ടും പരസ്പര പൂരകമാണെന്നും എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞു. കേരള ഭാഗ്യക്കുറിയുടെ വിൽപ്പന ഇതര സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും നിയമവിധേയമാകും. സംസ്ഥാനങ്ങളെയും വിതരണ ഏജന്റിനെയും സർക്കാർ തീരുമാനിക്കും. 2005 കേരള പേപ്പർ ലോട്ടറി ചട്ടത്തിൽ ഭേദഗതി വരുത്തി സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കി. ലോട്ടറി വിൽപ്പനയ്ക്ക് അനുമതിയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിൽക്കാനാണ് അനുമതി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.